ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാനൊരു ചമ്മന്തിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ആദ്യം തന്നെ നമുക്ക് ഒരു 2 പിടി തേങ്ങ എടുക്കുക. അതിലേക്ക് കുറച്ച് പുളി, കുറച്ച് അതിൻ്റെ ഒരു പുളിക്ക് വേണ്ടി മാത്രം. അതിനായിട്ട് ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു 7 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്, ഒരു തണ്ട് വേപ്പില എടുത്തിട്ടുണ്ട്. ഞാൻ നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇതെല്ലാം ഇട്ട് കൊടുക്കുക. എനിക്ക് ഈ ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ ഓർമ്മ വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ചെറുപ്പത്തിലെന്ന് പറഞ്ഞാൽ ഒരു 6-7 പഠിക്കുമ്പോൾ ഞാൻ അമ്മയുടെ വീട്ടിലേക്ക് പോകും. അമ്മയുടെ വീട്ടിലേക്ക് പോകുമ്പോൾ അവിടെ അപ്പാപ്പനും അമ്മാമ്മയ്ക്കും ഞാൻ കാന്താരി മുളക് ഇട്ടിട്ടുള്ള ഉള്ളിച്ചമ്മന്തി ഉണ്ടാക്കി കൊടുക്കും. അത് അപ്പാപ്പനും അമ്മാമ്മയ്ക്കും ഭയങ്കര ഇഷ്ടമാണ്. അവർക്ക് ഉണ്ടാക്കാൻ അറിയാണ്ടൊന്നുമല്ല, എന്നാലും ഞാൻ ചെറിയ കുട്ടിയല്ലേ, അപ്പോൾ ഞാനത് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്കത് ഭയങ്കര ഇഷ്ടമാണ്. അവർ പറയും അടിപൊളിയായിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ചൊടിയുണ്ടെന്നൊക്കെ പറയും. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആണ് അല്ലേ, ഒരു ഒരു സന്തോഷം അവർക്കത് വീണ്ടും വീണ്ടും ഉണ്ടാക്കി കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെയാണ് എല്ലാ ഫുഡുകളും ഉണ്ടാക്കാൻ. നമ്മളിതിലേക്ക് ഒരു സ്പൂണില്ല, 1/2 ടീസ്പൂൺ നമ്മൾ മുളക് പൊടി ഇട്ടിട്ടുണ്ട്, കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്, പാകത്തിന് നിങ്ങൾ എത്രയാണോ അളവ് എടുക്കണേ അതനുസരിച്ചിട്ട് കേട്ടോ. എന്നിട്ട് നമ്മളൊന്ന് അടിച്ചെടുക്കുക. അപ്പം നമ്മുടെ ചമ്മന്തി റെഡിയായി. ചോറിൻ്റെ ഒപ്പം വേറെ ഒന്നും വേണ്ട അല്ലേ, ഇത് മാത്രം മതി നമുക്ക്. അപ്പം നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. നിങ്ങൾ എന്നിട്ട് ഇഷ്ടമായെങ്കിൽ അത് കമൻ്റ് ഇടണേ. എന്തെങ്കിലും കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും കമൻ്റ് ഇടണം. നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും കമൻ്റ് ഇടണം കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ്.